വിഹിതത്തിൽ ഏകദേശം 1,00,000 മെട്രിക് ടൺ കുറവ് വരുത്തുന്ന ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ വിവാദ നിയമവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ്. പരമദരിദ്ര കുടുംബങ്ങൾക്കുള്ള അന്ത്യോദയ അന്നയോജന പദ്ധതിക്ക് കീഴിൽ റേഷൻ കാർഡ് ഒന്നിന് 35 കിലോ അരി നൽകിയിരുന്നത് നിർത്തലാക്കുകയും പകരം തലയെണ്ണി ഒരാൾക്ക് 7 കിലോ വീതം അരി നൽകാനുള്ള തീരുമാനവും പ്രാബല്യത്തിൽ വരുത്തുമെന്നും കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നു. കേരളത്തിന് ഏകദേശം 1,00,000 മെട്രിക് ടൺ അരി പുതിയ മാറ്റത്തിൽ നഷ്ടമാവുമെന്നാണ് കരുതുന്നത്. കേരളത്തിന്റെ എതിർപ്പുണ്ടെങ്കിലും ഈ മാസം കഴിയുന്നതോടെ പദ്ധതി നടപ്പാക്കാനാവുമെന്നാണ് കരുതുന്നത്. നിർദ്ദിഷ്ട നിയമ ഭേദഗതിക്കുള്ള ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ലിന്റെ കരട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം 13 വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാമെന്നും കേന്ദ്രം അറിയിച്ചു. കരടിൽ നിർദ്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും ഇതുവരെ ലഭിച്ച മിക്ക നിർദ്ദേശങ്ങളും കേന്ദ്ര നിർദ്ദേശത്തിന് അനുകൂലമാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. ജൂലൈ അവസാനത്തോടെ ഭേദഗതി അന്തിമമാക്കി പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.